വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു വിൻ്റർ തീമിൽ വരുന്ന ഒരു സിമ്പിൾ ബർത്ത്ഡേ കേക്കാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം എൻ്റെ മോളുടെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ബർത്ത്ഡേ കേക്കാണിത്. വളരെ ഈസിയാണ്, നമുക്ക് അത്ര പ്രയാസമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ റെഡിയാക്കാം. അപ്പോൾ ഇതിനായിട്ടുള്ള സ്പഞ്ച് കേക്ക് ഞാനിവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി ഞാൻ ആദ്യമേ അപ്ലോഡ് ചെയ്തതാണ്. എഗ്ലെസ്സിൻ്റെ 2 എഗ്ഗ് വെച്ചിട്ടുള്ള 3 കേക്കും എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൽ 2ാമത്തെ കേക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എഗ്ഗ് വെച്ചിട്ടുള്ള 2ാമത്തെ സ്പഞ്ച് കേക്കാണിത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അസംബിൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. ബേസിന് പകരം ഞാനൊരു പ്ലേറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഒരു നോർമൽ പ്ലേറ്റ്. പുറത്ത് കൊടുക്കാനുള്ളതല്ലാത്തത് കൊണ്ടാണ് പ്ലേറ്റിൽ വെച്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഫസ്റ്റ് ലെയർ ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം നന്നായി തന്നെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് റിച്ചിൻ്റെ ഗോൾഡ് എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന ക്രീമാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു 2 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏത് ക്രഷ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടമുള്ള ഫ്രൂട്ടിൻ്റെ ക്രഷ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ട് ആ ലെയറും ഒന്ന് നനച്ച് കൊടുക്കാം. ഒരുപാട് നനയ്ക്കേണ്ട ആവശ്യമില്ല, ഇത് കുറച്ച് മോയ്സ്റ്റായിട്ടുള്ള കേക്കാണ്, അതുകൊണ്ട് തന്നെ ചെറുതായി ഒന്ന് നനച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ തികച്ചും എൻ്റെ ഐഡിയക്കനുസരിച്ച് ഞാൻ ചെയ്തിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു നൈഫ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. അതല്ല നിങ്ങൾ ഓൾറെഡി ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 5 ലെയറാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലും വീണ്ടും ക്രീം വെച്ച് കൊടുക്കുക, നനച്ച് കൊടുത്തതിന് ശേഷം. എന്നിട്ട് സെയിം പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ സ്ട്രോബെറി വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ്സിന് പകരം നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് ഫ്രൂട്ടിൻ്റെ ക്രഷ് വേണമെങ്കിലും ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ഇനിയും ഫ്രഷ് ഫ്രൂട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രഷ് ഫ്രൂട്ടാണെങ്കിൽ അതും ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഫൈനൽ ലെയർ വെച്ച് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. ഈ കേക്ക് മൊത്തമായിട്ട് കവർ ചെയ്യാനായിട്ട് ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഐസിങ് ചെയ്തെടുക്കുന്ന സമയത്ത് ക്രംസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രം കോട്ട് നമ്മൾ ചെയ്യുന്നത്. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഞാനിതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റുന്നുണ്ട്. ആ ഒരു സമയത്തേക്ക് നമുക്കതിലേക്കുള്ള വേറൊരു സ്റ്റെപ്പ് ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് 5 മിനിറ്റ് ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. 2 ബൗളിലേക്ക് ഒരു 2 സ്പൂണ് ക്രീം വെച്ച് കൊടുക്കാം. ഈ ക്രീമിലേക്ക് ഞാൻ ഒരെണ്ണത്തിൽ ഗ്രീൻ കളറും ഒരെണ്ണത്തിൽ റെഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജെൽ കളറോ ലിക്വിഡ് കളറോ ഇനി അതല്ലെങ്കിൽ പൗഡർ കളറോ ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ കളർ മിസ്റ്റിൻ്റെ റെഡ് കളറും ഗ്രീൻ കളറുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ്. അതിനായിട്ട് 2 നോസിൽ പൈപ്പിംഗ് ബാഗിൽ ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വിൽട്ടൺ 18 ആണ് നോസിൽ. അതുപോലെ ഗ്രീൻ കളർ നിറയ്ക്കുന്നത് വിൽട്ടൺ 66 ആണ്. വിൽട്ടൺ 18 എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ടിപ്പാണ്, 66 ഒരു ലീഫ് ടിപ്പുമാണ്.
എന്നിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. നമ്മുടെ കയ്യിലേക്ക് ഇതിൻ്റെ പുറം ഭാഗം ഇങ്ങ് മറിച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ഹോൾ വരും. ആ ഹോളിനകത്തേക്ക് നമുക്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ എൻ്റെ മുകളിലേക്ക് തന്നെ വലിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് കളഞ്ഞതിന് ശേഷം ക്രീം താഴേക്ക് പ്രസ് ചെയ്ത് ലെവലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് കളറും നമുക്ക് നിറച്ചിട്ട് ഇത് ഒന്ന് ഫ്രീസറിനകത്തേക്ക് വെക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നൂർ 34 ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ടിപ്പ്. ഇത് ക്വിക്ക് ഐസിങ് ടിപ്പാണ്. ഇത് വെച്ചിട്ട് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ടിപ്പ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊരു മസ്റ്റായിട്ടുള്ള കാര്യമല്ല, നിങ്ങൾക്ക് സ്പാച്ചില വെച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതുപോലെ ഒരു സൈഡ് സ്ക്രേപ്പറോ അതല്ലെങ്കിൽ ഒരു ഓഫ്സെറ്റ് സ്പാച്ചിലയോ വെച്ചിട്ട് സൈഡ് നല്ലതുപോലെ സ്മൂത്താക്കി എടുക്കുക. ഒരു 2-3 റൗണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് എടുത്തതിന് ശേഷം മുകൾ ഭാഗവും സ്മൂത്താക്കി എടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം മുകൾ ഭാഗം സ്മൂത്താക്കിയതിന് ശേഷം താഴെ സ്മൂത്താക്കുന്നതാണ്, അങ്ങനെയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചും നിങ്ങളുടെ ഒരു കഴിവിനനുസരിച്ചും ചെയ്തെടുക്കാം. എന്നിട്ട് എൻ്റെയൊക്കെ ഇതുപോലെ ഉള്ളിലേക്ക് വടിച്ചെടുക്കാം. അപ്പോൾ കേക്ക് ഞാനിവിടെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം റെഡ് കളർ ചേർത്തിട്ടുള്ള ക്രീമാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് ഇത് വളരെ ചെറിയ സ്റ്റാർ ടിപ്പാണ്. അത് വെച്ചിട്ട് കുറച്ച് ചെറിയ സുൾസും അതുപോലെ ചെറിയ ഫ്ലവേഴ്സും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ വെക്കണം, എങ്ങനെ വരയ്ക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയക്കനുസരിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. മുകൾ ഭാഗത്തും അതുപോലെ സൈഡിലൊക്കെ ഇതുപോലെ കുറച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ സുൾസ് വരച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് കളർ വെച്ചിട്ട് ബോർഡർ മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം വേറൊരു കളർ വെച്ചിട്ട് പേരെഴുതി കൊടുക്കുക, അങ്ങനെയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് തീരുമാനിക്കുക എങ്ങനെ വേണമെന്ന്. ഇനി ഗ്രീൻ കളറിലുള്ള ക്രീം വെച്ചിട്ട് ചെറിയ ലീവ്സ് ഇതിൻ്റെ സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് വിൽട്ടൺ 66 ആണ് നോസിൽ. ഏറ്റവും ചെറിയ ലീഫ് ടിപ്പ് വരുന്നതാണിത്. ഇനി ഞാൻ അത് മറ്റൊരു ബാഗിലേക്ക് ഒരു 100ൻ്റെ 0 എന്ന് പറയുന്ന ടിപ്പിനകത്തേക്ക് നിറച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒന്ന് നെയിം എഴുതി കൊടുക്കുന്നുണ്ട്. 100
ടൈപ്പിംഗ് ടിപ്പിൽ 0 ആണിത്. ഇത് റൈറ്റിംഗ് ടിപ്പാണ്. വളരെ സൂപ്പർ ഫൈൻ ആയിട്ടുള്ള റൈറ്റിംഗ് ആണ് ഇത് വെച്ചിട്ട് ചെയ്താണ്ടാവുക. 0 അല്ലെങ്കിൽ 1 ആണ് നമ്മൾ സാധാരണ നെയിം എഴുതാനായിട്ട് എടുക്കുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സ്റ്റിക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു സിംഗിൾ പീസിന് 7 രൂപയോ മറ്റാണ് വില വരുന്നത്. അപ്പോൾ അത് വാങ്ങിയിട്ട് ഇതിൻ്റെ മേളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ ഡെക്കറേഷൻ ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഉള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.